أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وآله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിനെ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാവരും ഫിത്രത്തോടുകൂടെയാണ് ജനിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവില്ലാത്തവരായി ആരെയും ഇങ്ങോട്ട് അയക്കുന്നില്ല. എല്ലാവരും കഴിവുള്ളവരാണ്. പ്രധാനമായും മനുഷ്യന് ചില കഴിവുകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ബുദ്ധിശക്തി എന്ന് പറയുന്നത്. മൈമൂന പ്രസവിച്ചിട്ടുണ്ട്, കുട്ടി പിരാന്തനാണ് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല. ജനിക്കുമ്പോൾ എല്ലാവരും നല്ല ബുദ്ധിയുള്ള കുട്ടികളായിട്ടാണ് ജനിക്കുന്നത്. എല്ലാ മനുഷ്യന്മാർക്കും ബുദ്ധിശക്തിയുണ്ട്. ഒരു സൂപ്പർ കമ്പ്യൂട്ടറിനെ വെല്ലാൻ മനുഷ്യൻ്റെ ബുദ്ധിശക്തിക്ക് കഴിയും. ഒരാളുടെ ബ്രെയിനിൽ 100 ബില്യൺ ന്യൂറോണുകളാണുള്ളത് എന്നാണ് കണക്കാക്കപ്പെട്ടത്. ആരെ കണക്കാക്കിയെന്ന് എനിക്കറിയില്ല, അങ്ങനെയാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. ആരെങ്കിലും കണക്കാക്കിയത് എടുക്കല്ലാതെ നമുക്കത് എണ്ണി നോക്കാൻ ഏതായാലും വകുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് 100 കോടിയല്ല, 100 കോടി വീണ്ടും 100-ലെത്തുമ്പോഴാണ് ഒരു മില്യൺ എന്ന് പറയണത്. മില്യണും അല്ല, അത് വീണ്ടും 100-ലെത്തുമ്പോഴാണ് ബില്യൺ എന്ന് പറയുന്നത്. 100 ബില്യൺ ന്യൂറോണുകൾ ഒരു മനുഷ്യൻ്റെ മസ്തിഷ്കത്തിലുണ്ട് എന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ബുദ്ധി എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, പൊട്ടന്മാരോട് നമുക്ക് വലിയ താല്പര്യമാണ് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഒരാളോട് ഇനി നമ്മളെ കുട്ടിയാണെങ്കിൽ തന്നെ നല്ല ഇഷ്ടം തോന്നിയാൽ എടാ പൊട്ടാന്ന് നമ്മൾ വിളിക്കുക, എടാ ബുദ്ധിയുള്ളവനെന്ന് നമ്മളാരും വിളിക്കലില്ല എന്നുള്ളതാണ്. പൊട്ടന്മാരോട് നമുക്ക് വലിയ താല്പര്യമാണ്. ഞാൻ ഈ കുട്ടികൾക്കൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ അവരോട് ചോദിക്കും, കുട്ടികളെ നിങ്ങൾ കുരുന്നുകൾ വായിക്കലുണ്ടോ എന്ന് ചോദിക്കും. ഉണ്ട് അറിയാം. ഒരു കുരുന്ന് കയ്യിൽ കിട്ടിയാൽ ആദ്യം ഏത് പേജാണ് നോക്കുക എന്ന് ചോദിച്ചാൽ ഒരു പറയും അവസാനത്തെ പേജാണ് നോക്കുക. എന്നാൽ അതിലൊരു പൊട്ടൻ്റെ കഥ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. പൊട്ടന്മാരോട് നമുക്ക് വലിയ താല്പര്യമാണ്. എങ്ങനെയോ അത് വളർന്നു വന്നതാണ്. അതിൻ്റെ പിന്നിൽ ആരോ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു രാഷ്ട്രപതി, നമുക്ക് അദ്ദേഹത്തിൻ്റെ പേര് കൊണ്ട് വളരെയധികം അഭിമാനമുണ്ട്. അങ്ങനത്തെ ഒരു രാഷ്ട്രപതി കേരളം സന്ദർശിച്ചപ്പോൾ പറഞ്ഞതാണ്, പത്രങ്ങളിലെ കാർട്ടൂൺ ഫസ്റ്റ് പേജിലേക്ക് കൊണ്ടുവരണമെന്ന്. ഇനി നമ്മളെ പത്രങ്ങളൊക്കെ നോക്കിയാൽ കാർട്ടൂണ് പൊട്ടങ്കഥ ഫസ്റ്റ് പേജിലാണ് ഉണ്ടാവുക, കാര്യപ്പെട്ട കഥകളൊക്കെ പിന്നെ ഉള്ളിലാണ് ഉണ്ടാവുക. അപ്പോൾ പൊട്ടന്മാരോട്, ബുദ്ധിയില്ലാത്തവരോട് നമുക്ക് എന്തോ ഒരു ഇഷ്ടം അറിയാതെ കടന്നുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രയോഗങ്ങളിൽ പോലും പലപ്പോഴും അങ്ങനെ വന്നു പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. ബുദ്ധിയില്ലാത്തൊരു മനുഷ്യനും ഇല്ല എന്നാണ് ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒരു വാപ്പ ഒരു ഉമ്മ നമ്മളടുത്ത് ഒരു കുട്ടിനെ ഓതാൻ കൊണ്ടുവന്നാക്കണത്, പഠിക്കാൻ കൊണ്ടുവന്നാക്കണത് ബുദ്ധിയില്ലായിട്ടല്ല, ബുദ്ധിയുള്ളതുകൊണ്ട് തന്നെയാണ്. ഇത് നമ്മൾ പ്രധാനമായും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഇൽമുമായി ബന്ധപ്പെടുന്ന ആളുകളിൽ പെട്ടെന്ന് ചില മാറ്റങ്ങൾ വരാറുണ്ട്. റമദാൻ മാസം കഴിഞ്ഞിട്ട് ശവ്വാലിൽ ആദ്യത്തെ വെള്ളിയാഴ്ച പള്ളിക്ക് പ്രസംഗിക്കുമ്പോൾ ഞാൻ ഇന്നാൾ പറഞ്ഞു, നമ്മളെ കുട്ടികളെല്ലാവരും നല്ല SSLCക്ക്
ഫുള്ള് A+ അല്ലെങ്കിൽ ഒരു 6 A+ അതിൻ്റെ മേലക്കൊക്കെ വാങ്ങിയാൽ ഓലെല്ലാവരും നിർബന്ധമായിട്ടും +2 പറഞ്ഞേക്കണം. അങ്ങനെ +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് അങ്ങനെ പോയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അല്ല, ഒരു 5ൻ്റെ താഴേക്ക് A+ ഉള്ളെങ്കിൽ പിന്നെ വല്ലാതെ മെനക്കെടണ്ട, സൂപ്പർ മാർക്കറ്റ് കൊണ്ടാക്കിയാൽ മതി. അങ്ങനെ ഒരു മുതലാളിയുടെ അടുത്ത് ഇങ്ങനെ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ ജോലി ചെയ്താൽ തുടക്കത്തിൽ എല്ലാ പ്രയാസമുള്ള ജോലിയും ജൂനിയേഴ്സിനെയാണ് ഏൽപ്പിക്കുക. അത് എവിടെയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പ്രയാസകരമായ ജോലികളൊക്കെ ജൂനിയേഴ്സിന് കൊടുക്കും. അപ്പം ഇങ്ങനെ പഞ്ചസാര ചാക്ക് ഏറ്റലും അത് പിടിച്ചു കൊടുക്കലും അങ്ങനെയുള്ള പണികളൊക്കെ ഏൽപ്പിക്കും. അതങ്ങനെ നടത്തിയിട്ട് അതിൽ പിടിച്ചിക്കാൻ കഴിഞ്ഞാൽ മുതലാളി എവിടേക്കിലൊക്കെ പോകുമ്പോൾ, എടാ ഞാൻ ഇപ്പോൾ പോയിട്ട് വരട്ടെ, ഞാൻ കൗണ്ടറിലൊന്ന് നോക്കുകൊണ്ട് എൻ്റെ ഒരു ശ്രദ്ധ ഉണ്ടെങ്കിൽ കാര്യമൊക്കെ ഉഷാറാവും എന്ന് പറയും. അപ്പോൾ കൗണ്ടറിലങ്ങനെ ശ്രദ്ധിക്കാം. പ്രത്യേകിച്ച് ഓൻ്റെ അടുത്ത് മര്യാദക്കേടൊന്നും ഉണ്ടായില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മുതലാളി പർച്ചേസിന് പോകുമ്പോൾ കൂടെ കൊണ്ടുപോകും. അതിൽ നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പറയും, ഇജൊരു സൂപ്പർ മാർക്കറ്റ് വേറെ ഇട്ടോ, ഞാനും സഹായിച്ചു തരാം, നമ്മൾ രണ്ടാളും കൂടി ആയിക്കോട്ടെ എന്ന് പറയും. അങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ മുതലാളിയാവാം. അല്ല, 4 ദിവസം പോയിട്ട് ഓങ്ങോട്ട് വന്നാണ്ട് വാപ്പാട് പറഞ്ഞു, ഇപ്പം ഇന്നെക്കൊണ്ട് ആ പരിപാടി പറ്റൂല എന്ന് പറയുകയാണെങ്കിൽ അടുത്ത പരിപാടി എന്നുള്ള നിലയിൽ വർക്ക്ഷോപ്പിൽ കൊണ്ടാക്കുക. സൈക്കിളൊക്കെ നേരാക്കുന്നിടത്ത് കൊണ്ടാക്കുക, കുഴപ്പമൊന്നുമില്ല, നല്ല പണിയാണ്. അതിനും വേണമല്ലോ വിദഗ്ധരായ ആൾക്കാർ. അപ്പം അങ്ങനെ അവിടെ നിന്ന് മേത്ത് കരിയാവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. 2 ദിവസം ഇങ്ങനെ പോയി മേത്തൊക്കെ കരിയായി, കയ്യുമെന്ന് കരി പോണില്ല. വാപ്പാട് വന്നിട്ട് പറഞ്ഞു, വാപ്പ എന്നെക്കൊണ്ട് ഇതാവില്ല എന്ന് പറയുകയാണെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് അടുത്ത പരിപാടി ഇറച്ചിക്കടയിൽ നിർത്തുക. കുറച്ച് ദിവസം ഇങ്ങനെ പോയിട്ട് ആ കോഴിയുടെ തല അങ്ങോട്ട് വെട്ടുമ്പോൾ, അല്ലെങ്കിൽ മീൻ കച്ചവടത്തിന് നിർത്തുക, തല അങ്ങോട്ട് വെട്ടുമ്പോൾ ചോര അങ്ങോട്ട് തെറിച്ചാൽ ചിലപ്പം സഹിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പറ്റൂല. സഹിക്കാൻ പറ്റൂല, വാപ്പാനോട് വന്നിട്ട് ഇന്നെക്കൊണ്ട് ആവൂല എന്ന് പറയുകയാണെങ്കിൽ അവസാനത്തെ പരിപാടി എന്നുള്ള നിലയിൽ ഓതാൻ ഉണ്ടാക്കുക. ഒക്കെ കഴിഞ്ഞിട്ട് അവസാനത്തെ പരിപാടിയാണ് ഓതാൻ ഉണ്ടാക്കൽ. ചില കാര്യം ചില മനുഷ്യന്മാരെ അവസാനം തീരുമാനിക്കുക. ഒന്നിനും പറ്റൂലെങ്കിൽ ഇന്നാഞ്ഞ് ഒന്ന് മയ്യത്ത് നിസ്കരിക്കാനും കിടക്കട്ടെ എന്ന് തീരുമാനിക്കും. ആ മയ്യത്ത് നിസ്കരിക്കാനുള്ള തീരുമാനം ആദ്യം എടുക്കുകയാണെങ്കിൽ എത്ര സുഖം ഉണ്ടായിരുന്നു. എന്തായാലും അവസാനമെങ്കിൽ അവസാനം തീരുമാനിച്ചു. ഒരു 3 കൊല്ലം ഓതാൻ പോയിട്ട് ഒരു റമദാൻ്റെ ലീവിന് ആ കുട്ടി ഇങ്ങോട്ട് വന്നിട്ട് ആൾക്കാരെ മുമ്പിൽ ഒരു വെള്ളിയാഴ്ച ജുമാൻ്റെ ശേഷം അങ്ങോട്ട് എഴുന്നേറ്റുന്ന് 2 വർത്താനം പറഞ്ഞാൽ നാട്ടുകാർ മുഴുവൻ തൊള്ളിയും പൊളിച്ചിങ്ങനെ കേട്ടിരിക്കല്ലാതെ ഒരു വയ്യും ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് ഈ മാറ്റം ഉണ്ടായത് എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. എന്തുകൊണ്ടാണ് ഈ മാറ്റം ഉണ്ടായത്? ഇപ്പം നമ്മൾ ദർസിലൊക്കെ പോകുന്നു, ദർസ് നടത്തുന്നു. ഈ വിഷയം എന്നെ ഏൽപ്പിക്കപ്പെട്ടതിന് ശേഷം 5 മുദരിസുമാരോട് ഞാൻ ചോദിച്ചു, ഓലിപ്പോൾ അറിയില്ല ഈ വിഷയം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന്. ഞാൻ ഓരോട് ചോദിച്ചു, പിന്നെ ഈ ദർസ് തുടങ്ങിയതിന് ശേഷം ഇത് വേണ്ടിയിരുന്നില്ല നിങ്ങൾക്ക് എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. 2 ആൾക്കാർ പറഞ്ഞു അങ്ങനെ തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു. 3 ആൾക്കാർ തോന്നുന്നു അങ്ങനെ തോന്നിയിട്ടുള്ളൂ എന്ന് പറഞ്ഞ്. നമുക്ക് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്തിട്ടൊരു സന്തോഷമില്ലാത്തത് എന്ന് പറയണം, അതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ദർസ് നടത്തിയിട്ട് കുറേ മുത്തല്ലിമീങ്ങളൊക്കെ പഠിപ്പിച്ചിട്ട് നമുക്കൊരു സാറ്റിസ്ഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സന്തോഷം, ഞാൻ ഇതൊക്കെ ചെയ്തല്ല അൽഹംദുലില്ലാ ഖൈറായി എന്നെന്താ തോന്നാത്തത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ആദ്യമായിട്ട് നമ്മൾ കുട്ടികളൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒന്ന്, കുട്ടികളെല്ലാവരും ബുദ്ധിയുള്ള മനുഷ്യന്മാരാണ്, ബുദ്ധിയില്ലാത്ത ആരുമില്ല എന്നതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ജനിച്ചു വരുമ്പോൾ എല്ലാ കുട്ടികളും ബുദ്ധിയുള്ളവരാണ്, ബുദ്ധിശക്തിയോടുകൂടെയാണ് എല്ലാവരും ജനിച്ചു വരുന്നത്. രണ്ടാമത്, എല്ലാ കുട്ടികൾക്കും ജിജ്ഞാസ എന്ന് പറഞ്ഞിട്ടൊരു ഗുണമുണ്ട്. ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ മഴ പെയ്യണ സമയത്ത് കുട്ടികൾ ഇങ്ങനെ പോയി എന്നിട്ട് ഇങ്ങനെ നോക്കും, എന്താ ഇപ്പോൾ സംഭവിക്കണതെന്ന് അറിഞ്ഞിട്ട് തീരുമാനം എടുക്കുക എന്നുള്ള നിലയിൽ ഇങ്ങനെ പോയി നോക്കും. നമ്മൾ വലിയ മനുഷ്യന്മാരിങ്ങനെ മഴ പെയ്യണ സമയത്ത് അങ്ങനെ നോക്കിക്കലില്ല. ഏത് സാധനമാണെങ്കിലും ഉയർത്ത് കയറുമ്പോൾ വാപ്പറിയും മോനെ വീണിട്ടോ എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ വീണിട്ട് തന്നെ കാര്യം, ഓൻ പിന്നെ ഒന്നുകൂടിയും കയറും. ഓനതുകൊണ്ട് അനുഭവിച്ചിട്ട് കണ്ട് അറിയാനുള്ളൊരു ജിജ്ഞാസ. ഇത് എത്ര കണ്ട് അപകടം ഉണ്ട് എന്നുള്ളതൊന്നും അറിയില്ല. എല്ലാ വിഷയങ്ങളും അനുഭവിച്ച് അനുഭവ തലത്തിൽ കൊണ്ടുവരണം എന്ന് ഏതൊരു കുട്ടിക്കോ ആഗ്രഹം ഉണ്ടാവും എന്നതാണ്. കുട്ടികൾ ജന്മനാ ഉള്ള രണ്ടാമത്തെ ഒരു കാര്യമാണ് ജിജ്ഞാസ എന്ന് പറയുന്നത്. കുട്ടികൾക്കുള്ള വേറൊരു കാര്യമാണ് അതുല്യത എന്ന് പറയുന്നൊരു സംഗതിയാണ്. അതൊരു വലിയ വിഷയമാണ് അതുല്യത. ഒരു കുട്ടീൻ്റെ മാതിരി വേറൊരു കുട്ടിയില്ല എന്നാണ്. കുട്ടി മാത്രമല്ല, നമ്മൾ പോയിൻ്റെ അടുത്ത് ഇങ്ങനെ പോയിട്ട് നല്ല മനോഹരമായ കല്ലുകളുണ്ടാവും. ഒരു കല്ലെടുത്ത് നോക്കിയാൽ അതേമാതിരി വേറൊരു കല്ലുണ്ടാവില്ല.
ഒരു കല്ലിനെ പോലെ ഒരു കല്ല് മാത്രമേ ഉള്ളൂ, വേറൊരു കല്ലില്ല. അപ്പം നമ്മളിങ്ങനെ വിരലുകൊണ്ട് ഇവിടെ അങ്ങനെ തൊട്ട് നോക്കിയാൽ നമുക്ക് വേറെ ഒരു ഫീലിംഗ് കിട്ടും. കുറച്ച് അപ്പുറത്ത് ഇങ്ങനെ വീണ്ടും തൊട്ട് നോക്കിയാൽ അതിൻ്റെ ഫീലിംഗ് വേറെ ഇക്കാരം. ദേശപ്പുറത്ത് വീണ്ടും ഇങ്ങനെ ആരൊക്കെ മണിക്കൊന്ന് തൊട്ട് നോക്കുക ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങനെ തൊട്ട് നോക്കിയാൽ വേറൊരു ഫീലിംഗാണ്, തൊട്ടിപ്പുറത്ത് നോക്കിയാൽ വേറൊരു ഫീലിംഗാണ്, തൊട്ടിപ്പുറത്ത് നോക്കിയാൽ വേറെ ഫീലിംഗാണ്. ഇങ്ങനെയൊക്കെ തൊട്ട് നോക്കുമ്പോൾ ഒരാൾക്ക് ഒരു മൈക്രോ സെൻറ്റിമീറ്ററിൽ ഏറ്റവും ചുരുങ്ങിയത് 100 സെൻസറുകളെങ്കിലും ഉണ്ടായിരിക്കുന്നതാണ് ഏതൊരു മനുഷ്യനും. അതുല്യത എന്ന് പറയുന്നത് അതാണ്. ഒരാളെപ്പോലെ വേറൊരാളില്ല, ഒരാളെപ്പോലെ അവൻ മാത്രമേ ഉള്ളൂ. 2 മൂക്കും ഒരേ മാതിരിയല്ല, 2 കണ്ണും ഒരേ മാതിരിയല്ല, 2 കൈയും ഒരേ മാതിരിയല്ല, 2 കാലും ഒരേ മാതിരിയല്ല, ഇരട്ട പെറ്റ 2 കുട്ടികളും ഒരേപോലെയല്ല. 2500 റുപ്യക്ക് വാങ്ങിക്കൊടുന്ന മൂച്ചിത്തൈ 2 ഒരേ മാതിരി ആവില്ല, അത് 2 കോലത്തിലേക്കാരം. എല്ലാ മനുഷ്യന്മാരും വേറെ വേറെയാണ്, ഒന്നും മറ്റൊന്നല്ല. ഇതിനെയാണ് അതുല്യത എന്ന് പറയുന്നത്. ഒരാളെ കണ്ടിട്ട് വേറൊരാളെ വിലയിരുത്തണ്ടാന്ന്. ഈ ശാസ്ത്രീയ പഠനങ്ങളിലൊരു പ്രത്യേകത ഉണ്ട്. ശാസ്ത്രീയ പഠനം എന്ന് പറഞ്ഞാൽ 3 തരം ശാസ്ത്രങ്ങളുണ്ട് എന്നാണ്. ഒന്ന് പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ശാസ്ത്രമുണ്ട്, വേറൊന്ന് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ട്, വേറൊന്ന് നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ട്. ഒരാൾ ഒരു 200 മനുഷ്യന്മാരെ തലയത്തെ മുടി ഇങ്ങനെ എണ്ണി നോക്കിയപ്പോൾ 2 ലക്ഷം മുടികളാണ് എന്ന് മനസ്സിലായി. അതിൽ 60% 120 ആൾക്ക് 200 ആൾക്കാരെ തലയത്തെ മുടി എണ്ണിയപ്പോൾ 120 ആൾക്കാർക്ക് 2 ലക്ഷം മുടിയാണ് എന്ന് മനസ്സിലായാൽ മനുഷ്യൻ്റെ മുടികളുടെ എണ്ണം 2 ലക്ഷമാണ് എന്ന് തീരുമാനമാവും. ഇതാണ് നിരീക്ഷണ ശാസ്ത്രം എന്ന് പറഞ്ഞത്. പല വിഷയങ്ങളെയും നമ്മൾ ഈ നിരീക്ഷണ ശാസ്ത്രം അനുസരിച്ചാണ് വിലയിരുത്തുന്നത്. ബഹുമാന്യനായ ആബിദ് ഹുസൈൻ തങ്ങൾ MLA എത്തിച്ചേർന്നിട്ടുണ്ട്. പല വിഷയങ്ങളെയും നമ്മൾ നിരീക്ഷണ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തുന്നത്. അപ്പോൾ അത് നിരീക്ഷണം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ശരിയാണ് എന്നുള്ളൂ, എല്ലാ അർത്ഥത്തിലും അത് ശരിയാവണമെന്നില്ല, പല അർത്ഥങ്ങളിലും അത് ശരിയായിരിക്കും എന്നേ ഉള്ളൂ. അപ്പോൾ അതുല്യത എന്ന് പറയുന്നത് മനുഷ്യനുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ഞാൻ അവതരിപ്പിക്കുന്ന വിഷയത്തിൻ്റെ മാറ്റർ നിങ്ങളെ ഫയലിലുണ്ട്, ഇപ്പോൾ വായിക്കണമെന്നില്ല, പോയിട്ട് വായിച്ചാൽ മതി. അതിലെ ക്രമത്തിലായിരിക്കില്ല ഞാൻ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കുന്ന എനിക്ക് അറിയുന്നതുകൊണ്ടാണ് ക്രമത്തിൽ അവതരിപ്പിക്കാത്തത്. കാരണം അത് ഇങ്ങനെ നോക്കിയിരിക്കുമല്ലോ മനുഷ്യന്മാർ, നമുക്ക് അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അതുകൊണ്ട് പോയിട്ട് നോക്കിയാൽ മതി. ക്രമത്തിലല്ല, ഞാൻ അക്രമത്തിലാണ് ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, മനുഷ്യനുള്ള ശക്തി ഭാവനാശക്തി എന്ന് പറയുന്നത് ജന്മന എല്ലാവർക്കും ഉള്ളതാണെന്നാണ്. ഭാവനാശക്തി എന്ന് പറഞ്ഞാൽ പണ്ട് ഒരു നിബിഡ വനത്തിൽ, ഘോര വനത്തിൽ നല്ല ഉയരമുള്ള ഒരു ആനയുണ്ടായിരുന്നു എന്നൊരു കുട്ടിനോട് പറഞ്ഞാലേ കുട്ടിക്കത് മനസ്സിലായി. ഘോരമായൊരു വനത്തിൽ നല്ല ഉയരമുള്ള ഒരു ആനയുണ്ടായിരുന്നു പണ്ട് മനസ്സിലായി. അതൊരു പോത്തിനോട് പറഞ്ഞു നോക്കിയാൽ പോത്തിന് മനസ്സിലാവില്ല. പോത്തെ, പണ്ട് ഒരു കാട്ടിലൊരു ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും മനസ്സിലാവില്ല. ഇതിനെയാണ് ഭാവനാശക്തി. ഇത് മനുഷ്യന്മാർക്കുള്ളതാണ്, വേറെ ആർക്കുമില്ല. ഒരു സംഗതി പറഞ്ഞു കൊടുത്താൽ സ്വർഗം വരാണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, നരകം വരാണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, ഈ ഉമ്മാൻ്റെ വയറ്റിലിരുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഇതൊക്കെ മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ് ഭാവനാശക്തി എന്ന് പറഞ്ഞത്. ഒരു കുതിര അങ്ങനെ വന്നു, വേറൊരു കുതിരയും കൂടിയും വന്നു. ഇപ്പോൾ വന്നത് 3 കുതിരയാണെന്ന് മനുഷ്യനെ മനസ്സിലാവുള്ളൂ, അല്ലാതെ ഒപ്പമുള്ള വേറൊരു കുതിരക്ക് മനസ്സിലാവില്ല 3 കുതിരയാണ് വന്നിട്ടുള്ളത് എന്ന്. ഇതിനെയാണ് ഭാവനാശക്തി എന്ന് പറയുന്നത്. ഇത് മനുഷ്യൻ്റെ വലിയൊരു കഴിവാണ്. ഈ കഴിവില്ലെങ്കിൽ മനുഷ്യനൊന്നിനും പറ്റൂല. എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട് ഈ കഴിവ്. വേറൊന്ന് നിഷ്കളങ്കതയാണ്. നിഷ്കളങ്കത എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ളൊരു സംഭവമാണ്. നിഷ്കളങ്കത ഞാൻ നേരത്തെ പറഞ്ഞു, റംല പ്രസവിച്ചിട്ടുണ്ട്, കുട്ടി പെരുങ്കള്ളനാണ് എന്ന് ആരും പറയലില്ല. ജന്മന ആരും കള്ളനല്ല എന്നുള്ളതാണ്. കളവ് പറയാൻ ഒരു കുട്ടിക്ക് ജനിക്കുമ്പോൾ കഴിയില്ല എന്നാണ്. വാപ്പ പെരയിലുണ്ട്, ഫോണ് ബെല്ലടിക്കുമ്പോൾ കുട്ടിനോട് പറയണം, മോനെ ആ ഫോൺ എടുത്തു നോക്കണ, മയമുട്ടിയാണ് വിളിക്കണമെങ്കിൽ വാപ്പ അവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ടോന്ന് സെറ്റ് ചെയ്താലേ മോന് വാപ്പ അവിടെ ഇല്ല എന്ന് പറയാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ് സെറ്റാക്കണം. സത്യം പറയാൻ പഠിപ്പിക്കണ്ട, കളവ് പറയാൻ പഠിപ്പിക്കാതിരുന്നാൽ മതി. നമ്മളാരും കുട്ടികളെ നേരാക്കേണ്ട ഒരു കാര്യമില്ല.
ഓലെല്ലാവരും നേരങ്ങത്തിലാണ്, നമ്മളായിട്ട് കേടെടുത്താതിരുന്നാൽ മതി എന്ന് മാത്രം. എല്ലാ മനുഷ്യന്മാരും ജനിച്ചു വന്നപ്പോൾ നല്ല നിലക്ക് നിഷ്കളങ്കതയോടുകൂടെ, കുട്ടികൾക്ക് ആരോടും ദേഷ്യമില്ലല്ലോ, എല്ലാവരോടും ചിരിക്കും, എല്ലാവരെയും വിശ്വാസമാണ്, എല്ലാവരോടും താല്പര്യമാണ്, എല്ലാവരോടും സ്നേഹമാണ്. സ്നേഹിക്കേണ്ടത് ആരൊക്കെയെന്നല്ല തീരുമാനിക്കപ്പെടുന്നത്, സ്നേഹിക്കേണ്ടാത്തത് ആരെയൊക്കെയാണ് എന്ന് പിന്നീട് തീരുമാനിക്കപ്പെടുകയാണ്. എല്ലാവരോടും ചിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ കുട്ടികളുടെ പ്രകൃതം. ഇതിനെയാണ് നിഷ്കളങ്കത എന്ന് പറയുന്നത്. സർഗാത്മകത എന്ന് പറയുന്നതാണ് ഒരു കുട്ടിയുടെ 6ാമത്തെ കഴിവ്. സർഗാത്മകത എന്ന് പറയുന്നത് കുട്ടികളുടെ വലിയൊരു കഴിവാണ്. അതായത് സർഗാത്മകമായ കഴിവുള്ളത് കൊണ്ട് കുട്ടികൾ പഠിച്ചിട്ട് കുഴങ്ങുക എന്നുള്ളത് ഉണ്ടാവില്ല. ഉദാഹരണം, ഒരു കുട്ടി പഠിച്ചിട്ടാണ്ട് കുഴങ്ങി അങ്ങനെ ഉണ്ടാവില്ല, എത്രയായാലും കുഴങ്ങൂല. കാരണം എന്തേ? കുട്ടി കളിച്ചിട്ട് കുഴങ്ങണില്ലല്ലോ. കളിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടിക്കണോ ഇന്ന് കളിക്ക് ഓണം വെക്കേഷനാണ് എന്ന് പറയണത്? അതില്ല. കളിക്ക് പെരുന്നാൾ ലീവില്ല, കളിക്ക് ഓണം വെക്കേഷൻ ഇല്ല, കളിക്ക് സൺഡേ ഹോളിഡേ ഇല്ല, ഒരു പരിപാടിയില്ല. എന്നും കളിച്ചുകൊണ്ടിരിക്കും, പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. കുട്ടികൾക്ക് പഠിച്ചാൽ കുഴങ്ങുക എന്നുള്ളത് ഉണ്ടാവില്ല, പക്ഷെ തഫന്നുനുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ബോറാവും എന്നുള്ളതാണ് പ്രശ്നം. കുഴക്കല്ല, ഈ ബോറാകുക എന്ന് പറഞ്ഞ സാധനം കുഴങ്ങലല്ല. തഫന്നുനുണ്ടായിരുന്നെങ്കിൽ, വൈവിധ്യമുണ്ടായിരുന്നെങ്കിൽ ബോറാകും എന്നുള്ളൊരു പ്രശ്നമുണ്ട് എന്നുള്ളൂ. അല്ലാത്ത പ്രശ്നം കുട്ടികളെ സംബന്ധിച്ച് ഇല്ല. അപ്പോൾ എല്ലാ കുട്ടികളും കഴിവുള്ളവരാണ് എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ ഒരു കാര്യം, ചില കുട്ടികൾക്ക് പഠനത്തിൽ എല്ലാവരുടെയും ഒപ്പമെത്താനുള്ള കുറവുണ്ടായിരിക്കും. പഠിക്കാൻ കഴിയായല്ല, പഠനത്തിനുള്ള ചില കുറവുകളുണ്ടായിരിക്കും എന്നതാണ്. ഇവർക്കാണ് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളവർ എന്ന് പറയുന്നത്. ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയത്തിലും കുറവൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ഇംഗ്ലീഷ് ചിലപ്പം പഠിക്കാൻ കഴിഞ്ഞോളും, ഹിന്ദി ചിലപ്പോൾ ഉഷാറായിട്ട് പഠിയും, അറബി ചിലപ്പോൾ ഉഷാറായിട്ട് പഠിയും, ബലാഗയും മന്തിക്കൊക്കെ ആണെങ്കിൽ നല്ല ഉഷാറായിക്കാരം, നഹവിൽ നല്ല ഉഷാറാവും, ഹദീസും തഫ്സീറൊക്കെ ആണെങ്കിൽ വേഗം കഴിവുണ്ടാവും. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടിക്ക് കഴിവില്ല എന്നല്ല മനസ്സിലാക്കേണ്ടത്, എന്തോ ഒന്നിൽ കഴിവുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതിനാണ് ആ കഴിവുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് ആ സിസ്റ്റത്തിലേക്ക് മറ്റതിനെ കൊണ്ടുവന്നാൽ അവൻ പഠിക്കും. ഇപ്പം ചില കുട്ടികൾക്ക് കണക്കിൽ നല്ല കഴിവുണ്ടാവും, എന്നാൽ അതേസമയം അറബി ഒന്ന് അത്ര വായിച്ച് ബൈഹാർട്ടായിട്ട് പഠിക്കാൻ വളരെ പ്രയാസമായിരിക്കും. അങ്ങനെ ആകുമ്പോൾ ഓനെ കണക്ക് പഠിക്കുന്ന രൂപത്തിൽ കൊണ്ടുവന്നാൽ മതി. കണക്ക് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതി കാണിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ എഴുതിയിട്ട് ഇതും കൂട്ടിയാൽ ഇങ്ങനെ ആവും എന്ന് പറഞ്ഞു കൊടുത്താൽ ഓന് വേഗം മനസ്സിലാവും. ഈ സാധനം കൂട്ടിയിട്ട് ആ സാധനം കൂട്ടിയിട്ട് അപ്പോൾ സമം ഇങ്ങനെ കിട്ടുക എന്ന് പറഞ്ഞു കൊടുത്താൽ ഏതാണോ പഠിക്കാൻ കഴിയുന്നത് ആ സിസ്റ്റത്തിലേക്ക് പഠിക്കാൻ പ്രയാസമുള്ളതിനെ കൊണ്ടുവന്നാൽ അവൻ പഠിച്ചിരിക്കും. അപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി എന്നതാണ് കുട്ടികൾക്കുണ്ടാകാവുന്നൊരു പ്രശ്നം. ലേണിംഗ് ഡിസബിലിറ്റി ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം. എന്താ കാര്യം വെച്ചാൽ, ഒരു മാസം മുമ്പ് നമ്മളൊക്കെ വാർത്തകൾ വളരെയധികം ശ്രദ്ധിച്ചൊരു സംഭവമായിരുന്നു. താം ലുവാങ് എന്ന പേരായ ഒരു ഗുഹയിൽ 13 കുട്ടികൾ അകപ്പെട്ടത്. തായ്ലാൻഡിലെ താം ലുവാങ് എന്ന പേരായ ഒരു ഗുഹയിൽ ഗുഹ കാണാൻ വേണ്ടിയിട്ട് പന്ത് കളിക്കാരായ 13 കുട്ടികൾ കോച്ചിനോട് കൂടെ പോയി. നല്ല നീളമുള്ള ഒരു ഗുഹ, 5 കിലോമീറ്റർ ചെന്നപ്പോൾ അവരവിടെ അകപ്പെട്ടു. വലിയ മഴയുണ്ടായി, മണ്ണിടിച്ചിലുണ്ടായി, വലിയ പ്രതിസന്ധിയായി. കുട്ടികളെ കാണാനില്ലാതെ വൈകുന്നേരം അന്വേഷണം ആരംഭിച്ചു. അവസാനം ഗുഹയുടെ മുന്നിൽ അവരുടെ സൈക്കിളുകൾ നിർത്തിയിട്ടത് കണ്ടപ്പോൾ ഗുഹയ്ക്ക് അകത്ത് കയറിയതാണെന്ന് മനസ്സിലായി. 10ാമത്തെ ദിവസം ആ കുട്ടികൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് മനസ്സിലായി. 10 ദിവസം കഴിഞ്ഞിട്ട് 5 കിലോമീറ്റർ ഉള്ളിൽ ഈ കുട്ടികൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് മനസ്സിലായി. 3 ദിവസത്തെ അശ്രാന്ത പരിശ്രമം, ലോകം കണ്ട ഏറ്റവും വലിയ സാഹസികമായ പ്രവർത്തനത്തിലൂടെ ആ കുട്ടികളെ ജീവനോടുകൂടെ പുറത്തേക്ക് എത്തിച്ചു. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കണത്, ഇതാ കുട്ടികളെ കഴിവാണോ, ആ കുട്ടികളൊപ്പം ഉണ്ടായിരുന്ന കോച്ചിൻ്റെ കഴിവാണോ എന്നുള്ളതാണ്. ആ കുട്ടികൾക്ക് അപാരമായ ബുദ്ധിയായിരുന്നു എന്നാണ് നമ്മൾ പറയണത്. ആ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന 13 കുട്ടികളെ കൂടെ അവരുടെ കോച്ച് ഉണ്ടായിരുന്നു. ആ കോച്ചിൻ്റെ അപാരമായ ബുദ്ധിശക്തിയാണ്, കഴിവാണ് എന്നാണോ നമ്മൾ പറയുന്നത്? ഞാൻ പറയുന്നത് അത് കുട്ടിയുടെ കഴിവല്ല, കോച്ചിൻ്റെ കഴിവാണ്. അവനവൻ്റെ കുട്ടികൾ നേരാവാത്തത് അവനവൻ്റെ കഴിവുകേടാണ്. അതാദ്യം തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ കുട്ടികൾ മോശമായി എന്നല്ലാന്ന്, കുട്ടികൾക്കല്ല മോശമായി. ആദ്യം ഞമ്മക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ നമുക്കൊരാഗ്രഹം വേണം, എൻ്റെ കുട്ടികളെ എടുക്കലും എത്തണമല്ലോ എന്ന്.
എൻ്റെ മുത്തഅല്ലിമീങ്ങൾ എൻ്റെ ശിഷ്യന്മാരെ എവിടേക്കെങ്കിലും എത്തണമല്ലോ എന്നൊരാഗ്രഹം നമുക്കുണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. ആഗ്രഹിച്ചത് നേടിയിരിക്കും. ഒരു മനുഷ്യൻ അതിശക്തമായി എന്തെങ്കിലും ഒരു വിഷയം ആഗ്രഹിച്ചാൽ അതവൻ നേടിയിരിക്കും. മുഅ്മിനായൊരു മനുഷ്യൻ്റെ ആഗ്രഹം നേടാതെ പോവില്ല. ആഗ്രഹിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? ആദ്യമായിട്ട് ദുആ ചെയ്യും. നമ്മൾ ആരെങ്കിലും തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മളെ മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് മനസ്സറിഞ്ഞ് ആരും കേൾക്കാതെ അവനും അള്ളാഹുവും കേൾക്കുന്ന തരത്തിൽ പടച്ചോൻ എൻ്റെ മുത്തഅല്ലിമീങ്ങളെ ഉഖ്റവിയാക്കണേ, ദോരക്കലില്ലാന്ന് ഞാൻ പറയണില്ല കേട്ടോ, പക്ഷേ ദോരക്കണ്ടേ നമ്മളെ ദുആ വളരെ പ്രധാനമല്ലേ? നമ്മുടെ ശിഷ്യന്മാരെക്കുറിച്ച് നമ്മുടെ ധാരണ എന്താ? ആ ധാരണ അനുസരിച്ചാണ് അവർ വളരുക. നമ്മളെ ശിഷ്യന്മാരെ പറ്റി നമുക്കുള്ള ധാരണ എന്താ? അത് വളരെ പ്രധാനമാണ്. അസ്ഹാബി കന്നുജൂം എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എൻ്റെ ശിഷ്യന്മാർ നക്ഷത്രങ്ങളുടെ തുല്യമാണ്, നക്ഷത്രങ്ങൾക്ക് തുല്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വാക്ക് സ്വഹാബത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മനോധൈര്യം ചില്ലറയല്ല. ശിഷ്യനെ സംബന്ധിച്ച് ഉസ്താദ് എല്ലാം തികഞ്ഞ ആളാണ്. എല്ലാം തികഞ്ഞ ഉസ്താദ് നീ നന്നാകുമടാ എന്ന് പറഞ്ഞാൽ അവൻ ഉറപ്പിച്ചു ഞാൻ നന്നാവുന്ന്. എല്ലാം ഒരു ശിഷ്യനെ സംബന്ധിച്ച് ഉസ്താദ് എന്ന് പറഞ്ഞാൽ എല്ലാം തികഞ്ഞ ആളാണ്, എല്ലാം അറിയുന്ന ആളാണ്, എല്ലാം ശരിയായി പറയുന്ന ആളാണ്. ഒരു ഉസ്താദ് ശിഷ്യനോട് പറഞ്ഞു മോനെ ഇജ്ജ് ശരിയാവും എന്ന് പറഞ്ഞാൽ അവൻ ശരിയായിരിക്കും. പക്ഷേ പലപ്പോഴും നമുക്കത് പറയാൻ കഴിയണില്ല. ഇജ്ജൊന്നും ശരിയാവുമെന്ന് തോന്നുന്നില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ എങ്ങനെ ശരിയാകുക? ആദ്യം നമ്മൾ മുത്തഅല്ലിമീങ്ങളെ പറ്റി നമുക്കൊരു പ്രതീക്ഷ വേണ്ട, എന്നാലല്ലേ നാട്ടുകാർക്ക് പ്രതീക്ഷ ഉണ്ടാവുള്ളൂ. എൻ്റെ കുട്ടികൾ നേരാവും, എൻ്റെ ദർസ് പഠിച്ചാൽ ഉഷാറാവും, എൻ്റെ കോളേജ് പഠിച്ചാൽ ഉഷാറാവും, എൻ്റെ മുത്തഅല്ലിമീങ്ങൾ ഭംഗിയാവും, അങ്ങനെ എനിക്ക് അനുഭവമുണ്ട് എന്നൊരു തോന്നൽ ആദ്യം നമുക്കുണ്ടെങ്കിലാണ് യഥാർത്ഥത്തിൽ ശിഷ്യന്മാർക്ക്, മുത്തഅല്ലിമീങ്ങൾക്ക്, വിദ്യാർത്ഥികൾക്ക് അത് കിട്ടുക. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച്, എൻ്റെ അഭിപ്രായം അനുസരിച്ച് ദർസൊക്കെ നടത്തി, കോളേജൊക്കെ നടത്തി, കുറേ ശിഷ്യന്മാരൊക്കെ ഉണ്ടായി. അവരെ കൊണ്ട് ഒരു മനസ്സിന് സന്തോഷമുള്ള രൂപത്തിലേക്ക് എത്തുന്നില്ലെങ്കിൽ ഞാനതിന് പ്രധാനമായും 3 കാരണങ്ങളെയാണ് കാണുന്നത്. ഒന്നാമത്തെ കാരണം, കുട്ടികളുടെ ഭാഷയിൽ പലപ്പോഴും സംസാരിക്കാൻ കഴിയുന്നില്ല എന്നതൊരു പ്രശ്നമാണ്. കുട്ടികളുടെ ഭാഷയിൽ സംസാരിക്കാൻ കഴിയുന്നില്ല. ഓരോ കാലഘട്ടത്തിലും സമൂഹത്തിൻ്റെ ഭാഷയും പ്രയോഗങ്ങളും സമീപനങ്ങളും എല്ലാം മാറി വരും. ഈ മാറി വരുന്ന കാലങ്ങൾക്കനുസരിച്ച് കുട്ടികളോട് അവരവരുടെ സംസാര രീതിയിൽ, അവരവരുടെ ഭാഷയിൽ നമുക്ക് സംസാരിക്കാൻ വേണ്ടി കഴിയണം. കുട്ടികൾ എന്ത് പറഞ്ഞാലും സ്വീകരിക്കാത്തവരൊന്നുമല്ല. നമുക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട്, കുട്ടികൾ പറഞ്ഞാലും ഒന്നും സ്വീകരിക്കാത്തവരാണെന്നല്ല. കുട്ടികൾ എല്ലാം സ്വീകരിക്കാൻ തയ്യാറുള്ളവരാണ്. പക്ഷേ എനിക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയണത് എന്ന് തോന്നണം എന്നുള്ളതാണ് പ്രധാനം. മനുഷ്യൻ്റെ മനസ്സ് വിവരം നൽകുന്നവനെ അംഗീകരിക്കുന്ന മനസ്സാണ്. ചിലപ്പം ഉസ്താദുമാരെടുത്ത് രക്ഷിതാക്കൾ വരും, വന്നിട്ട് പറയും ഉസ്താദേ ചെക്കൻ വീട്ടിൽ വന്നാൽ തീരെ പറഞ്ഞാൽ കേൾക്കണില്ല, നിങ്ങളൊന്ന് പറയുകൊണ്ടു പറയും. ഇതേ അനുഭവം സ്കൂൾ പഠിക്കുന്ന മാഷന്മാർക്കും ഉണ്ടാവും. ചിലപ്പോൾ രക്ഷിതാക്കൾ എന്നിട്ട് മാഷോട് പറയും മാഷേ മോന് അല്ലെങ്കിൽ മോള് വീട്ടിൽ വന്നാൽ അനുസരണനില്ല, നിങ്ങളൊന്ന് പറയുകൊണ്ടിട്ടോ പറയും. വാപ്പയും ഉമ്മയും പറഞ്ഞത് അനുസരിക്കാത്ത കുട്ടി മാഷും ടീച്ചറും ഉസ്താദും പറയുന്നത് അംഗീകരിക്കുന്നതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ട്. എന്താണ് ആ രഹസ്യം? അത് മനുഷ്യൻ്റെ 2ാം മാനസിക തലത്തിൽ ഉള്ള സംതൃപ്തിയാണ്. മനുഷ്യൻ്റെ 2ാം മാനസിക തലം എന്ന് പറയുന്നതാണ് അന്വേഷണ മനസ്സ് എന്ന് പറയുന്ന നഫ്സു ത്വലബ്. മനുഷ്യൻ്റെ 2ാമത്തെ അന്വേഷണ മനസ്സാണ്. ഒരു മനുഷ്യൻ്റെ 1ാമത്തെ മനസ്സിന് നഫ്സുൽ ഫിത്ര എന്നാണ് പറയുക, ശുദ്ധ പ്രകൃതം. 2ാമത്തെ മാനസിക തലത്തെയാണ് നഫ്സു ത്വലബ്, അന്വേഷണ മനസ്സ് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലുള്ള ചെറിയ കുട്ടികളെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കുട്ടികളിങ്ങനെ വലുതായി വരുന്നതിനനുസരിച്ച് ഒരു 1.5 വയസ്സ് മുതൽ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ചെയ്യുക. ഏകദേശം 7 വയസ്സ് വരെ കുട്ടി ചോദ്യങ്ങളായിരിക്കും. സംസാരം തുടങ്ങിയത് മുതൽ 7 വയസ്സാകുമ്പോഴേക്ക് ഒരു കുട്ടി 40,000 ചോദ്യം ചോദിച്ചിരിക്കുമെന്നാണ്. ഒരു നേരത്തെ പറഞ്ഞ മാതിരി എവിടുന്ന് ആ കണക്ക് കിട്ടിയെന്ന് ചോദിച്ചാൽ എൻ്റെ പിന്നാലെ കൂടൊന്നും വേണ്ട. അങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട് വായിച്ചിട്ടുള്ളത്. സംസാരം തുടങ്ങിയത് മുതൽ 7 വയസ്സാവുന്നത് വരെ ഒരു കുട്ടി 40,000 ചോദ്യം ചോദിക്കും. ഈ ചോദ്യത്തിന് 3 വ്യത്യസ്ത തലങ്ങളുണ്ടായിരിക്കും.
ഒരു കുട്ടി ആദ്യം വാപ്പാനോട് ചോദിക്കുക, ഇപ്പ ഇതെന്താണ് എന്നാണ് ചോദിക്കുക. ഇതെന്താണ്, 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 ഇങ്ങനെ കുറേ എന്താണുകളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടി ഒന്ന് മാറ്റി ചോദിക്കും, ഇതെന്തിനാണ് എന്നാണ് അടുത്ത ചോദ്യം. ഇതെന്തിനാണ്, ഈ സാധനം എന്തിനുള്ളതാണ്, അതെന്തിനുള്ളതാണ്, ഇങ്ങനെ ചോദിക്കും. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കുട്ടി ചോദിക്കും, വാപ്പ ഇതെങ്ങനെയാണ് എന്ന് ചോദിക്കും. എങ്ങനെ ഇപ്പം ഈ ഫാൻ ഇങ്ങനെ കറങ്ങണത്? അപ്പോൾ ഒരു ചോദ്യം രണ്ട് ചോദ്യം തിരക്കുണ്ടാവില്ല. ഒരു 3-4 ചോദ്യം വരുമ്പോഴത്തേന് നമുക്ക് ദേഷ്യം പിടിക്കും. ഇജിപ്പോൾ വലിയ ശാസ്ത്രജ്ഞനാവാൻ പോവുകയാണല്ലോ എന്നാണ് നമ്മളെ മറുപടി. വാസ്തവത്തിൽ അവൻ ശാസ്ത്രജ്ഞനാവാൻ പോവുകയായിരുന്നു. പിന്നെന്തേ വാപ്പത് വേണ്ടാന്ന് വെച്ചതാണ്. ഇങ്ങനെ ജീവിതത്തിൽ ഒരുപാട് സംഭവം. പലരും ആലിമാവാൻ പോകും, വായിദാവാൻ പോകും, മുദരിസ്മാരാവാൻ ശ്രമിക്കും, ഖത്തീബുമാരാവാൻ ശ്രമിക്കും. അപ്പോഴൊക്കെ വാപ്പിമ്യം തന്നെയാണ്. ഇങ്ങനെ ഒരു മനുഷ്യൻ നന്നാവണമെന്ന് തോന്നുമ്പോൾ അവനുള്ള മാനസിക തലത്തെയാണ് നഫ്സുൽ ഫിത്ര എന്ന് പറയുന്നത്. നന്നാവണമെന്ന് തോന്നിയതിന് ശേഷം അടുത്തതായി വരുന്നതിനെയാണ് നഫ്സു തലബ് എന്ന് പറയുന്നത്. ഞാൻ അതെന്തേ പറയാൻ കാരണം എന്ന് പറയുന്നത്, ഒരാൾക്ക് നന്നാവണമെന്ന് തോന്നിയാൽ അടുത്ത പരിപാടി ഇഷ്കാലി ചോദിക്കലാണ്. ഇഷ്കാലി ചോദിക്കണം മുഴുവൻ ആൾക്കാർ നമ്മൾ മുജാഹിദ് ജമാഅത്തുമാക്കി. അതുണ്ടായത് നേരങ്ങത്തിൽ പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു. ഒരു മനുഷ്യന് നന്നാവണമെന്ന് തോന്നിയാൽ അടുത്ത പരിപാടി ഇഷ്കാലി ചോദിക്കലേക്കാരം. അപ്പോൾ ഒരാൾ 2 ഇഷ്കാൽ വന്ന് ചോദിച്ചാൽ ഇവനെന്തോ കാര്യമായൊരു മാറ്റമുണ്ട്, ഇനി മേലാൽ ഈ പടിയും ചവിട്ടിപ്പോരുത്, എൻ്റെ കാലിയാൻ തച്ചു മുറിക്കുന്ന സംഗതി ഓൻ നന്നാവാൻ നോക്കിയിരുന്നു. സംതൃപ്തമായ മറുപടികൾ നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ കുട്ടികളുടെ ഭാഷയിൽ സംസാരിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഓരോ കുട്ടികൾക്കും വ്യത്യസ്തമായ ഭാഷ ഉണ്ടാവും. അവന് ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിൽ അവൻ ഏത് മാനസിക തലത്തിലാണോ നിൽക്കുന്നത് ആ മാനസിക തലത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ കഴിയണം. ഇത് കഴിയുന്നില്ല എന്നതാണ് ഈ രംഗത്ത് സംതൃപ്തി വരാതിരിക്കാനുള്ള ഒന്നാമത്തെ കാരണം എന്ന് ഞാൻ അനുമാനിക്കുന്നു. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് അത് ഞാൻ പറയാൻ പറ്റുമോ പറ്റൂലെന്ന് എനിക്കറിയില്ല. അതായത് ഉസ്താദന്മാർക്ക് ചില കുരുത്തും പൊരുത്തൊക്കെ വേണം. അതാണ് കുട്ടികളുടെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്. അസ്ല് അതേമാതിരി ഇജാസത്ത്, അത് രണ്ടും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ആലിക്കുട്ടി ഉസ്താദിനെ ഉസ്താദായി അംഗീകരിച്ചു എന്നതല്ല പ്രധാനം. ഷെയ്ഖുൽ ജാമിയ അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, ആലിക്കുട്ടി ഉസ്താദ് എന്നെ ശിഷ്യനായി അംഗീകരിച്ചിട്ടുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. നമ്മളൊക്കെ നമ്മളെ ഉസ്താദന്മാരെ നമുക്ക് ആരെ പറ്റിയിട്ട് ഒലക്കൻ്റെ ഉസ്താദാന്ന് പറയാലോ. പക്ഷേ ഉസ്താദിൻ്റെ മനസ്സിൽ ഇങ്ങനെ സാലിം വൈസി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ ശിഷ്യനായിട്ട്? അത് പ്രധാനപ്പെട്ട ഒരു വിഷയമല്ലേ. ഉസ്താദന്മാരുടെ കൽബിൽ നമ്മളുണ്ടോ? നമ്മുടെ കൽബിൽ ഉസ്താദ് ഉണ്ടാവണം വേണ്ടാന്നല്ലേ ഞാൻ പറഞ്ഞത്. പക്ഷെ അതിനേക്കാൾ പ്രധാനമാണ് ഉസ്താദിൻ്റെ കൽബിൽ നമ്മളുണ്ടായിരിക്കുക എന്നത്. ഇത് പലപ്പോഴും നമുക്ക് നേടാൻ കഴിയുന്നില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നേടിയെങ്കിൽ മാത്രമാണ്. ഇജത് ചെയ്തടാ എന്നൊരു ഉസ്താദ് പറഞ്ഞിട്ടുണ്ടോ? നീ ദർസ് നടത്തിക്കോ സംഗതി വിജയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇജാസത്ത്, അസ്ല്, ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ മനുഷ്യനൊരു സംതൃപ്തി വന്നു ചേരുന്നത്. മൂന്നാമത്തൊരു കാര്യം കൂടിയുണ്ട്. ഈ ദർസ് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ മനുഷ്യന് ഒരു സന്തോഷകരമായ രൂപത്തിലേക്ക് എത്തിച്ചേരുന്നതിന് മൂന്നാമത്തൊരു കാര്യം കൂടിയുണ്ട്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പറയുന്നത് അംഗീകരിക്കുന്നതിനേക്കാൾ ചെയ്യുന്നതിനെ അനുകരിക്കുകയാണ് കുട്ടികൾ ചെയ്യുന്നത്. നമ്മൾ പറയുന്നത് അംഗീകരിക്കുന്നതിനേക്കാൾ ചെയ്യുന്നത് അംഗീകരിക്കുകയാണ് വേണ്ടത്. ഞാനവിടെ നിങ്ങളൊരു ഹദീസ് ഓർമ്മയുണ്ട്, എന്നാലും ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യൻ ഫറലായ അമലുകൾക്ക് ശേഷം സുന്നത്തായ അമലുകൾ അധികരിപ്പിച്ച് അവൻ സംസാരിക്കുന്ന നാവും ഞാനാവും, അവൻ തൊടുന്ന കയ്യും ഞാനാവും, അവൻ നടക്കുന്ന കാലും ഞാനാകും എന്ന് പറയുന്ന ഹദീസ്. ഖുർആൻ ഓതുന്ന ഉസ്താദ് ഖുർആൻ പഠിപ്പിച്ചാൽ മാത്രമേ കുട്ടികൾക്ക് പഠിയുള്ളൂ. മദ്രസയിൽ പോയിട്ട് നിങ്ങളൊന്ന് നോക്കുമ്പോൾ ഖുർആൻ ഓതുന്ന ഉസ്താദ് പഠിപ്പിക്കണ ഖുർആൻ ക്ലാസ്സും ഖുർആൻ ഓതാത്ത ഉസ്താദ് പഠിപ്പിക്കണ ഖുർആൻ ക്ലാസ്സും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. സുന്നത്ത് നിസ്കരിക്കുന്നവൻ ഫറള് നിസ്കരിക്കാൻ പറഞ്ഞാലേ ജനങ്ങളത് ഏറ്റെടുക്കുള്ളൂ. സ്വതക്ക കൊടുക്കുന്നവൻ സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞാലേ ഏറ്റെടുക്കുള്ളൂ. ഈ വിഷയത്തിൽ അനുകരണമാണ് ഏറ്റവും പ്രധാനം. ഉസ്താദ് തഹജ്ജുദ് നിസ്കരിക്കുന്നതിൻ്റെ ഫളീലത്ത് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ഉസ്താദ് നീച്ചിങ്ങാട് നിസ്കരിച്ചിട്ടുണ്ടെങ്കിലേ കാര്യമുള്ളൂ. സുന്നത്ത് നിസ്കാരാണെങ്കിലും അങ്ങനെ തന്നെ.
ശിഷ്യന്മാരെ നമ്മളെ അനുകരിക്കണം എന്ന വിചാരം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ചെയ്താൽ പോരാ, നമ്മൾ ചെയ്യുന്നത് അവർക്ക് ബോധ്യപ്പെടുക കൂടി വേണം. ഇത് ചില വിഷയങ്ങൾ ബോധ്യപ്പെടണം. ഞാൻ നേരത്തെ പറഞ്ഞു, വിവരം നൽകുന്നവനെ അംഗീകരിക്കുന്ന മനസ്സ് കുട്ടികൾക്കുണ്ട്. ഇപ്പം എൻ്റെ കുട്ടികൾ സ്കൂളിൽ പോകണ്ടേ, ഞാൻ ആ സ്കൂളിൻ്റെ സെക്രട്ടറിയാണ്. പക്ഷേ ഞാൻ അവിടെ ഫീസിൻ്റെ കൈ കൊണ്ട് അടക്കലില്ല, ഞാൻ കുട്ടികളുടെ കയ്യിൽ കൊടുത്തയക്കലാണ് പതിവ്. എന്തുകൊണ്ട്? ഓലെ പഠിപ്പിക്കുന്നത് ഞാനാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കുണ്ട്. വിവരം നൽകുന്നവനെ മനുഷ്യൻ്റെ മനസ്സ് അംഗീകരിക്കും. അത് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ മനസ്സാണ്. നഫ്സുത്തലബിൻ്റെ പ്രത്യേകത വിവരം നൽകുന്നവനെ അംഗീകരിക്കും എന്നതാണ്. അതുകൊണ്ട് വിവരം പഠിപ്പിക്കാൻ തയ്യാറാവുക, ഞാനാണ് പഠിപ്പിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തുക. പല വിഷയങ്ങളും ചെയ്താൽ പോരാ, ബോധ്യപ്പെടുത്തുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു മനുഷ്യൻ്റെ മാറ്റം എന്ന് പറഞ്ഞാൽ ചിന്താപരമായ മാറ്റമാണ്. ചിന്തകൾ മാറുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ വികാരം മാറുന്നത്. വികാരങ്ങൾ മാറുമ്പോഴാണ് ഒരാളുടെ സമീപനം മാറുന്നത്. ഈ ചിന്ത എന്ന് പറഞ്ഞ സാധനം എന്താ? ചിന്ത എന്ന് പറഞ്ഞത് സയൻസിൻ്റെ പഠനം അനുസരിച്ച് ചിന്ത എന്ന് പറയുന്നത് ന്യൂറോണുകളാണ് എന്നാണ്. കെമിക്കലാണ് യഥാർത്ഥത്തിൽ ചിന്ത എന്ന് പറഞ്ഞ സാധനം. ഓരോ കെമിക്കലുകളാണ്. ഒരു മനുഷ്യന് ചിന്തക്ക് 3 ഘടകങ്ങളുണ്ടാവും. ഒരു ചിന്ത അതൊരു കെമിക്കലാണ്. ആ കെമിക്കൽ ഉൾക്കൊള്ളുന്ന ഒരു പ്രതലമുണ്ടായിരിക്കും. ആ കെമിക്കലിന് സഞ്ചരിക്കാൻ ആവശ്യമായ ഒരു ഊർജമുണ്ടായിരിക്കും. ഇതിൽ ചിന്തയാകുന്ന കെമിക്കലും ആ കെമിക്കലിൻ്റെ പ്രതലവും ഉള്ളിലുള്ളതാണ്. ഈ കെമിക്കലിന് വർക്ക് ചെയ്യാൻ ആവശ്യമായ ഊർജം പുറത്തു നിന്ന് വന്നു ചേരുന്നതാണ്. ഞാനൊരു വിഷയം ചിന്തിക്കണമെങ്കിൽ ചിന്തിക്കാൻ ആവശ്യമായ എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. അതിലേക്ക് ആവശ്യമായ ഊർജം പുറത്തു നിന്ന് വന്നു ചേരണം. പുറത്തു നിന്ന് വന്നു ചേരുന്നതാണ് ഊർജം. മറ്റു രണ്ടും ഇവിടെ ഉള്ളതാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ചിന്തയിൽ മാറ്റം വരുത്താൻ കഴിയണമെങ്കിൽ പുറത്തു നിന്ന് ഊർജം നൽകാൻ സാധ്യമാവണം. ഈ ഊർജം നൽകുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഗുരുനാഥന്മാർ എന്ന് പറയുന്നത്. ചിന്തിപ്പിക്കാൻ പറ്റുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു മനുഷ്യൻ്റെ ചിന്തയിൽ മാറ്റം വരുമ്പോൾ പിന്നെ അവൻ്റെ വികാരങ്ങളിൽ മാറ്റം വരും. ധാരാളം വികാരങ്ങൾ മനുഷ്യനുണ്ട്. വികാരങ്ങൾ മാറ്റം വരുമ്പോഴാണ് സമീപനങ്ങളിൽ മാറ്റം വരുന്നത്. ഊർജത്തിൽ ഇടപെടാൻ കഴിയണം. ഊർജത്തെ നമ്മളെ ഭാഷയിൽ നൂറ് എന്ന് പറയും. അതാണ് ഊർജം എന്ന് പറയുന്നത്. ഇൽമിനെ പരിചയപ്പെടുത്തിയ സ്ഥലത്ത് ഇൽമ് നൂറാനിയത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 100 നൽകാൻ കഴിയണമെങ്കിൽ 100 അതിൻ്റെ കേന്ദ്രങ്ങളിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചവരായിരിക്കണം. നമ്മളടുത്തുള്ളതേ കൊടുക്കാൻ കഴിയുള്ളൂ. ഇല്ലാത്തൊരു സാധനം നമുക്ക് കൊടുക്കാൻ കഴിയില്ല. 100ൻ്റെ കേന്ദ്രങ്ങളിൽ നിന്ന് 100 സ്വീകരിച്ചവരാണെങ്കിൽ നമുക്ക് 100നെ നൽകാൻ വേണ്ടി കഴിയും. ഇതാണ് ഊർജം. ഊർജങ്ങൾക്കനുസരിച്ചാണ് ശരീരത്തിൻ്റെ അർക്കാനുകൾ പ്രവർത്തിക്കുന്നത്. അർക്കാനുകൾക്കനുസരിച്ചാണ് ശരീരത്തിൻ്റെ സെല്ലുകൾ പ്രവർത്തിക്കുന്നത്. സെല്ലുകൾ മാറി വരുന്നതിനനുസരിച്ച് മനുഷ്യൻ്റെ ബിഹേവിയർ എന്ന സമീപനങ്ങൾ മാറി വരും. എല്ലാ മനുഷ്യരിലും മാറ്റം ഉണ്ടാവും. മാറ്റത്തിലേക്ക് അവനെ കൊണ്ടുചെന്നെത്തിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അവൻ്റെ ചിന്തയാണ്. ഒരു മനുഷ്യൻ്റെ ചിന്തയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം. ചിന്തിക്കാതെ മാറിയാൽ കുറച്ചു കാലത്തേക്ക് നിലനിൽക്കുള്ളൂ. ചിന്തയോടുകൂടെ ഒരാൾ മാറിയാലാണ് ദീർഘകാലത്തേക്ക് അത് നിലനിൽക്കാൻ പറ്റുക. 100ൻ്റെ സാന്നിധ്യം എത്രത്തോളം നമുക്ക് നൽകാൻ കഴിയുമോ അത്രത്തോളം വിജയമുണ്ടായിരിക്കും എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. ഒരു കുട്ടിയോട് നമ്മൾ പെരുമാറുകയാണ്. നമ്മളെ മുത്തല്ലിം അല്ലെങ്കിൽ നമ്മളെ വീട്ടിലത്തെ കുട്ടിയും ഒരു കുട്ടിയോട് നമ്മൾ പെരുമാറുമ്പോൾ പ്രധാനമായും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത് ശ്രദ്ധയോടുകൂടെയാണ് പെരുമാറേണ്ടതെന്ന്. സെക്യൂരിറ്റി ഫീലിംഗ് എന്ന് പറഞ്ഞതാണ് ഒരു കുട്ടിയോട് ഒരാൾ സമീപിക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 1ാം ഘടകം. ശ്രദ്ധയോടുകൂടെ പെരുമാറണം. പലപ്പോഴും നമ്മൾ അശ്രദ്ധയിലാണ് പെരുമാറുന്നത് എന്നതാണ് പറയേണ്ടാത്ത വാക്ക് പറയേണ്ടാത്ത സ്ഥലത്ത് ഉപയോഗിക്കുന്നതിൻ്റെ കാരണം. ചില വാക്കുകൾ പറയേണ്ടാത്ത സ്ഥലത്ത് നമ്മൾ ഉപയോഗിച്ചു പോകും. അതിൻ്റെ കാരണം നമ്മൾ അശ്രദ്ധയിൽ കാര്യങ്ങൾ ചെയ്യുന്നു എന്നതാണ്. സന്തോഷമുണ്ടാകുമ്പോൾ ഒരു കാര്യം ചെയ്യുന്നതിനേക്കാൾ വിഷമമുണ്ടാകുമ്പോൾ ഒരു കാര്യം ചെയ്യുന്നതിന് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. അതായത് ഉള്ള വികാരത്തെ അതുപോലെ പ്രകടിപ്പിക്കാൻ പലപ്പോഴും നമുക്ക് പറ്റണില്ല. ഇപ്പം നമ്മളെ കുട്ടി 10ാം ക്ലാസ് മദ്രസയിലാണ്. ഓന് നല്ല മാർക്ക് വാങ്ങണം, ക്ലാസ്സിൽ ഏറ്റവും ഫസ്റ്റ് ഉണ്ടാവണം എന്നാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്നത്.
പരീക്ഷയൊക്കെ കഴിഞ്ഞ് റിസൾട്ട് വന്ന് നോക്കുമ്പോൾ ഓന് 1ാം സ്ഥാനമില്ല, 2ാം സ്ഥാനമില്ല, 5ാം സ്ഥാനമാണ്. അപ്പോൾ നമ്മൾ ഓൻ മദ്രസ വിട്ടിട്ട് റിസൾട്ടൊക്കെ അറിഞ്ഞാണ്ട് വരുമ്പോൾ അതിശക്തമായി ദേഷ്യപ്പെടും. അല്ല, ശ്രദ്ധിക്കണേ. വാസ്തവത്തിൽ നമ്മൾ പ്രകടിപ്പിച്ചത് ദേഷ്യമാണ്, വന്നത് ദേഷ്യമല്ല, സ്നേഹമായിരുന്നു. 10ാം ക്ലാസ് മദ്രസയിൽ 1ാം സ്ഥാനത്ത് എത്തണമെന്ന് നമുക്ക് ആഗ്രഹം തോന്നിയത് ഓനോടുള്ള സ്നേഹം കൊണ്ടാണ്. പക്ഷേ ഓൻ 5ാം സ്ഥാനത്തേക്ക് എത്തിയിട്ട് വന്നപ്പോൾ നമ്മൾ പ്രകടിപ്പിച്ചത് സ്നേഹമല്ല, ദേഷ്യമാണ് പ്രകടിപ്പിച്ചത്. വരുന്ന വികാരം അതുപോലെ പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളൊരു പ്രശ്നം. പെരേക്ക് ആലോചിച്ചാൽ വേഗം കിട്ടും. പനിയായിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പനിച്ചിട്ട് വയ്യാന്ന്. നമ്മളൊരു പ്രതീക്ഷ അനുസരിച്ച് കുരുളകും ചുക്കൊക്കെ ഇട്ടിട്ട് 37 ഒരു ഗ്ലാസ് കാപ്പി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കാത്തിരിക്കണം എന്നാണ് നമ്മളെ പ്രതീക്ഷയിലുള്ളത്. ചെന്ന് നോക്കുമ്പോൾ 37 4 ദിവസം മുമ്പ് ഒരു നീലമാക്സി കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു, അത് കാത്തിട്ടാണ് ഇരിക്കുന്നത്. അവിടെ ചുക്കാപ്പി ഇല്ല. സ്വാഭാവികമായിട്ടും നമ്മൾ ദേഷ്യം പ്രകടിപ്പിക്കും. വന്നത് സങ്കടമാണ്, പ്രകടിപ്പിച്ചത് ദേഷ്യമാണ്. ആ വന്ന സങ്കടം അങ്ങനെ പ്രകടിപ്പിച്ചിരുന്നുവെങ്കിൽ കുടുംബത്തിൽ പ്രശ്നമല്ല ഉണ്ടാകാൻ നേരാവും. വരുന്ന വികാരം അതുപോലെ പ്രകടിപ്പിക്കാൻ നമുക്ക് പറ്റണം. സ്നേഹമാണ് വന്നതെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കണം. അല്ലാതെ ദേഷ്യം പ്രകടിപ്പിച്ചിട്ട് അത് സ്നേഹമായിരുന്നു എന്ന് ഇജ്ജ് മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഓനെ മനസ്സിലാവില്ല. സ്നേഹമാണ് വന്നതെങ്കിൽ സ്നേഹം തന്നെ പ്രകടിപ്പിക്കണം, ദേഷ്യമാണ് വന്നതെങ്കിൽ ദേഷ്യം പ്രകടിപ്പിക്കണം. വരുന്ന വികാരത്തെ അതുപോലെ പ്രകടിപ്പിക്കാൻ കഴിയുക എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പലപ്പോഴും നമുക്കതിന് കഴിയണില്ല. വന്ന വികാരം ഇന്നതായിരുന്നു എന്ന് പിന്നെ അവസാനം ഓന് എഴുതി കൊടുക്കേണ്ടി വരും, അല്ലാതെ ഓന് മനസ്സിലാവില്ല എന്തേ ഇയാൾക്ക് വന്നതെന്ന്. സ്നേഹം വന്നാൽ അങ്ങനെ തന്നെയാണ് പ്രകടിപ്പിച്ചാൽ എന്താ കുഴപ്പം? സങ്കടം വന്നാൽ സങ്കടമായി തന്നെ പ്രകടിപ്പിച്ചാൽ എന്താ കുഴപ്പം? പലപ്പോഴും നമുക്കത് ചെയ്യാൻ കഴിയുന്നില്ല, അത് നമ്മുടെ ഒരു വലിയ പരാജയമാണ്. അതുകൊണ്ട് വിഷയങ്ങളെ ഭംഗിയായി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചാണ് നമുക്ക് നീങ്ങേണ്ടത്. അപ്പോൾ ഒന്ന് ശ്രദ്ധ, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അമ്ന് എന്ന് പറയുന്നത്. രണ്ടാമത്തത്, ഒരു മനുഷ്യരോട് നമ്മൾ പെരുമാറുമ്പോൾ രണ്ടാമത്തത് ഉണ്ടാകേണ്ടത് സ്നേഹമാണ്, റഹ്മത്ത്, വാത്സല്യം. വിഷയങ്ങളെ വാത്സല്യപൂർവ്വം കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റുക, വാത്സല്യപൂർവ്വം പറയാൻ വേണ്ടി പറ്റുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയപ്പോൾ ആദ്യമായി പറഞ്ഞത് അവൻ്റെ റഹ്മത്തിനെ കുറിച്ചാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുർആൻ പഠിപ്പിക്കാനുള്ള മാനദണ്ഡം വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. റഹ്മാനായ അള്ളാഹുവാണ് ഖുർആനിനെ പഠിപ്പിച്ചിരിക്കുന്നത്. ദയ, വാത്സല്യം, അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. വാത്സല്യം പ്രകടമാകുന്ന ചില കാര്യങ്ങളുണ്ട്. ഭാര്യമാരെ ഉപദേശിക്കാൻ ഖുർആൻ പറഞ്ഞ സ്ഥലത്ത് റുബൂബിയത്തിനെ പറഞ്ഞിട്ടുണ്ടാവും. റബ്ബ് എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മൗഇദത്ത് പറഞ്ഞിടത്തൊക്കെ റുബൂബിയത്ത് പറയും. മൗഇദത്തൻ മിർ റബ്ബിക്കും വശിഫാ ലിമാ ഫിസ് സുദൂർ. മൗഇദത്ത് പറഞ്ഞ സ്ഥലത്തൊക്കെ റുബൂബിയത്ത് പറയും. റുബൂബിയത്തിനോട് ഏകദേശം താദാത്മ്യം പ്രാപിക്കുന്ന ഒന്ന് തന്നെയാണ് റഹ്മത്ത്. ഇത് രണ്ടും ഉണ്ടായിരിക്കണം. അത് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു യോഗ്യതയാണ്. ഇന്ന് വൈകുന്നേരത്ത് പെരേക്ക് ചിന്തിക്കുക, ഇന്ന് വൈകുന്നേരത്ത് കൂട്ടാൻ വെക്കാനൊന്നുമില്ല കേട്ടോ, അതുകൊണ്ട് നിങ്ങളാണ് പോകുമ്പോൾ തന്നെ അങ്ങാടിയിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് പോരുന്നുണ്ടെങ്കിൽ ഒരു 1/2 കിലോ വെണ്ടയ്ക്കിൻ്റെ ശേഷം തക്കാളി വാങ്ങി കൊടുത്തേക്കി എന്ന് പറഞ്ഞു. അത് മറന്നുകാണ്ട് മൂപ്പരാൻ പോയി. മൂപ്പര് വൈകുന്നേരത്ത് ഇങ്ങനെ വീട്ടിലേക്ക് വരികയാണ്. ഭാര്യനോട് വയലു പറയാനുള്ള ഹദീസും കേട്ടിട്ട് മൈക്കക്കാരനൊക്കെ ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ പെരേക്ക് വരികയാണ്. ഇന്ന് ഭാര്യക്കുള്ള വയലിൻ്റെ ദിവസമാണ്. ഭക്ഷണ കാര്യത്തിൽ, മരുന്നിൻ്റെ കാര്യത്തിൽ, തർബിയത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധയില്ലാതെ മൗഇദത്ത് ഉപകാരപ്പെടില്ല. ഇതിൽ നിന്നാണ് റഹ്മത്ത് വരുന്നത് വാസ്തവത്തിൽ. അപ്പം റഹ്മത്ത്, തർബിയത്ത്, റുബൂബിയത്ത്, ഈ രണ്ടു കാര്യങ്ങൾ, അതായത് വാപ്പ സുഖമില്ലാതെ ആശുപത്രിയിൽ അഡ്മിറ്റാണ് മുതല്ലിമിൻ്റെ എന്ന് കേട്ടാൽ അതിനെപ്പറ്റി ഒന്ന് ചോദിക്കാതെ നഹ്വും സർഫും മന്തിക്കും ബലാഗയും പഠിപ്പിച്ച കയറൂലാന്ന്. അതാദ്യം ചോദിച്ചെങ്കിലേ സംഗതി കയറുള്ളൂ. മദ്രസയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്, ദർസിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്, അറബി കോളേജിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. തൻ്റെ ശിഷ്യന്മാരെ ഇൻഡിവിജ്വലായി നോട്ട് ചെയ്യാൻ കഴിയണം. അവനാൻ്റെ ശിഷ്യന്മാരെ അവനാന് വ്യക്തിപരമായി ഓരോരുത്തരെയും നോട്ട് ചെയ്യാൻ കഴിയണം. അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. അവരുടെ പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. വാത്സല്യത്തോടുകൂടി അതിൽ ഇടപെടാൻ കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ഓരോടുക്കും, ഉറപ്പാണ്. മൂന്നാമത്തെ കാര്യം പരിഗണനയാണ്.
മൂന്നാമത്തെ കാര്യം പരിഗണനയാണ്. അയൽപക്കത്തു നിന്നൊരു കുട്ടി ഒരു കുട്ടി നമ്മളെ പെരേക്ക് വിരുന്ന് വന്നു. അയൽപക്കത്തു നിന്നൊരു ഒരു മോൻ വന്ന് വിരുന്ന്. ആ കുട്ടിക്ക് നമ്മൾ ഒരു ഗ്ലാസ് ചായ കൊടുത്തു. ചായ കുടിക്കണ സമയത്ത് ഗ്ലാസ് വീണ് താഴെ വീണുങ്ങാണ്ട് പൊട്ടി. എന്നാൽ നമ്മൾ പറയും സാരമില്ല, കുട്ടികളാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, ഇവിടെ ഒരുപാട് ഗ്ലാസ് ഉണ്ട്, 20 റുപ്യൻ്റെ കേസല്ലേ ഉള്ളൂ, കുട്ടികളാകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയെന്ന് പറയും നമ്മൾ. ആ ഗ്ലാസ് വീണ് പൊട്ടിയത് നമ്മുടെ കുട്ടിയുടെ കയ്യിൽ നിന്നാണെങ്കിൽ നമ്മൾ പറയുന്ന വാക്ക് എന്തായിരിക്കും, നമ്മുടെ സമീപനം എന്തായിരിക്കും? അനക്കിവിടെ അല്ലെങ്കിൽ എന്താടാ പണി, ഗ്ലാസ് പൊട്ടിക്കലല്ലാതെ ഇവിടെ ഉള്ളിടത്തോളം ഗ്ലാസ് മുഴുവൻ ജന്നെ പൊട്ടിച്ചെന്നാണ് അപ്പം പറയാം. ഇതിനാണ് ഇരട്ടത്താപ്പ് എന്ന് പറയണത്. മറ്റൊരാളോട് ഒരാളോട് സമീപിക്കുന്ന സമീപനം നമ്മളെ കുട്ടികളോട് പലപ്പോഴും നമുക്ക് സമീപിക്കാൻ പറ്റുന്നില്ല. അത് സമീപിക്കാൻ പറ്റുമ്പോഴാണ് പരിഗണിച്ചു എന്ന് വരുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ വെള്ളം കുടിക്കുന്നു, അല്ലെങ്കിൽ പാല് കുടിക്കുന്നു. കുടിച്ചു കഴിഞ്ഞതിന് ശേഷം വലതുവശത്തുള്ള ആൾക്കാണ് കൊടുക്കേണ്ടത്, പക്ഷേ ഇടതുവശത്തേക്ക് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ വലതുവശത്തുള്ള കുട്ടിയോട് സമ്മതം ചോദിച്ചു. ഇതാണ് പരിഗണന എന്ന് പറയുന്നത്. പരിഗണന ആരാ ഇഷ്ടപ്പെടാത്തത്? എല്ലാ മനുഷ്യന്മാരും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് പരിഗണന. കുട്ടികളെ പരിഗണിക്കാൻ കഴിയണം, എങ്കിൽ അവർ നമ്മളെ ഉൾക്കൊള്ളാൻ തയ്യാറാവും. പരിഗണിച്ചില്ലെങ്കിലോ നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാവില്ല. എല്ലാവരെയും പരിഗണിക്കുക എന്നത് പ്രധാനപ്പെട്ടതാണ്. പ്രോത്സാഹനമാണ് നാലാമത്തേത്. പ്രോത്സാഹനം കൊടുക്കണം. മോട്ടിവേഷൻ. റബ്ബി ഔസീനി അൻ അഷ്കുറ നിഅമതകല്ലതി, അല്ലാഹുവേ എനിക്ക് നിനക്ക് ശുക്ർ ചെയ്യാൻ ഉള്ള മോട്ടിവേഷൻ തരണേ. തൗസി, അതാണ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ ഇല്ലാതൊരു സംഗതി നടക്കില്ല. പ്രചോദനം കൊടുക്കാൻ വേണ്ടി കഴിയുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഏതൊരു വിഷയവും ആ വിഷയത്തിൽ കഴിവുള്ള, ആ വിഷയത്തിൽ താല്പര്യമുള്ള, അംഗീകൃതനായ ആളിൽ നിന്ന് മോട്ടിവേഷൻ ഉണ്ടായിരിക്കുക എന്നത് പ്രധാനപ്പെട്ട വിഷയമാണ്. അഞ്ചാമത്തത് അംഗീകാരമാണ്. അംഗീകാരം എന്ന് പറഞ്ഞാൽ ഒരു വിഷയം ഒരാൾ ചെയ്താൽ അതിന് 2 നേട്ടമാണ് കിട്ടാനുള്ളത് എന്നാണ്. ഒന്ന് റെമ്യൂണറേഷൻ, മറ്റൊന്ന് റെക്കഗ്നേഷൻ. 2 കാര്യമാണ് ഒരു വിഷയത്തിന് കിട്ടാനുള്ളത്. ഇപ്പം നമ്മൾ ജോലി ചെയ്യാണ്, ഒരു മഹല്ലിൽ ജോലി ചെയ്യാണ്, മുദരിസായിട്ട് ജോലി ചെയ്യുന്നു, ഖത്തീബായിട്ട് ജോലി ചെയ്യുന്നു. കമ്മിറ്റിക്കാർ നമ്മളെ ജീവിക്കാൻ ആവശ്യമായ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു സംഖ്യ ഓലിങ്ങനെ തരും. അതാണ് റെമ്യൂണറേഷൻ. ശമ്പളം അല്ലെങ്കിൽ ഹദിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടും. ഇതാണ് റെമ്യൂണറേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തൊന്നുണ്ട് റെക്കഗ്നേഷൻ. റെമ്യൂണറേഷൻ കുറഞ്ഞാലും റെക്കഗ്നേഷൻ വളരെ പ്രധാനമാണ്. ഖത്തീബ് തരക്കടില്ല എന്ന് രണ്ടാൾ പറഞ്ഞില്ലെങ്കിൽ ശമ്പളം എത്ര കിട്ടിയിട്ടും കാര്യമില്ല, അവിടെ നിൽക്കാൻ തോന്നൂല. ചെയ്യണ ഒരു കാര്യത്തിന് അംഗീകാരം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പം ഞാൻ നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞേക്കിന് ആരോ ഒരാൾ വന്നിട്ട് പറഞ്ഞു, എന്ത് വർത്താനം മനുഷ്യങ്ങൾ പറഞ്ഞത് ഈ ആൾക്കാരെ മുമ്പിൽ എന്ന് പറഞ്ഞ. അതിന് പകരം ഒരാൾ വന്നിട്ട് നന്നായിട്ടോ സംഗതി എന്തായാലും നിങ്ങൾ ഉഷാറായിട്ട് പറഞ്ഞു എന്നാണ്. അതാണ് അംഗീകാരം. അംഗീകാരം എല്ലാവരും ഇഷ്ടപ്പെടും. ഒരു കുട്ടി ഒരു കാര്യം ചെയ്താൽ അതിനൊരു അംഗീകാരം കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. റെക്കഗ്നേഷനാണ് പ്രധാനം. റെമ്യൂണറേഷൻ ഇല്ലെങ്കിൽ പോലും റെക്കഗ്നേഷൻ ഉണ്ടെങ്കിൽ അംഗീകരിക്കാൻ പറ്റും. ശമ്പളം ശേഷം കുറഞ്ഞാലും അംഗീകാരം വളരെ പ്രധാനമാണ്. രണ്ടാമത്തേത് തന്നെയാണ് റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ ഒരു സാമ്പത്തികമായ നേട്ടം ഉണ്ടാവുക എന്നത്. ഞാൻ ഒരിക്കൽ ഇങ്ങനെ ഒരാളോട് ചോദിച്ചു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരുമാനം എന്തായിരുന്നു എന്ന് ചോദിച്ചു. നബി തങ്ങളിപ്പോൾ എന്ത് ജോലിക്കാണ് പോയിരുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് ആദ്യകാലത്തൊക്കെ കച്ചവടത്തിനൊക്കെ പോയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രധാനപ്പെട്ട വരുമാനം ഹദിയയായിരുന്നു എന്ന് പറഞ്ഞു. ഹദിയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സംഗതി എന്താ വെച്ചാൽ ഹദിയ ഒരു നല്ല വരുമാനമാണ് എന്നാ. ഹദിയ ഒരു നല്ല വരുമാന മാർഗ്ഗമാണ്. ഇതിനെയാണ് റെമ്യൂണറേഷൻ എന്ന് പറയുന്നത്. ഒരു കാര്യം ചെയ്താൽ അതിനൊരു ഹദിയ എന്നത് പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. രണ്ടാമത്തതല്ല, ഒന്നാമത്തത് റെക്കഗ്നേഷൻ, ചെയ്തതിന് അംഗീകാരം ഉണ്ടായിരിക്കുക എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ മുതഅല്ലിമീങ്ങൾ, നമ്മുടെ ശിഷ്യന്മാർ, അവർ എന്തെങ്കിലും ചെയ്തു നമുക്കൊരു സംതൃപ്തി ഉണ്ടാവണമെങ്കിൽ, അവർ നമ്മളെ പിൻപറ്റുന്നു എന്ന് തോന്നണമെങ്കിൽ, ഒന്നാമത്തെ കാര്യം നമ്മളതിന് ശക്തമായി ആഗ്രഹിക്കണം. എൻ്റെ ശിഷ്യന്മാർ, എൻ്റെ മുതഅല്ലിമീങ്ങൾ ഓലെ എവിടെങ്കിലും ഒന്ന് എത്തും എന്നെനിക്ക് മനസ്സുകൊണ്ട് തോന്നണം ആദ്യം, എന്നാലേ എത്തുള്ളൂ. ആ തോന്നലിൽ നിന്ന് ഞാൻ അവർക്ക് നൽകുന്ന പിന്തുണ,
അവർക്ക് വേണ്ടി ചെയ്യുന്ന സ്വകാര്യതയുള്ള ദുആ, ആ ദുആ അവരെ എവിടെയെങ്കിലും ഒന്ന് എത്തിക്കുകയും ചെയ്യും. അത് പ്രധാനപ്പെട്ട വിഷയമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെയുള്ള നല്ല മുതഅല്ലിമീങ്ങളെ നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. സന്തോഷകരമായ ദർസി രംഗത്ത്, ദീനി രംഗത്ത്, ഇൽമിൻ്റെ രംഗത്ത് ഉറച്ചു നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ ഈ ദീനിൻ്റെ എല്ലാ പ്രവർത്തകരെയും അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. ബഹുമാന്യനായ ആബിദ് ഹുസൈൻ തങ്ങൾ MLA എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും.